ശേഖര, കാറിന്റെ ഡിക്കിന്ന് പെട്ടിയൊക്കെ എടുത്തു വെക്കൂ. ഇതാരാ? എന്റെ ഭാര്യ. കൊള്ളാം. ജുവലറി ഷോപ്പിലെ പരസ്യത്തിന് നിൽക്കണ മാതിരി ഉണ്ട്. വലിയ പണക്കാരിയാ നീ കെട്ടിയതല്ലേ? പെട്ടിയെല്ലാം എടുത്ത് എന്റെ റൂമിൽ കൊണ്ടുവയ്ക്കൂ. രമ, ആ പെട്ടി എടുത്ത് അകത്ത് വയ്ക്ക്. അതിനെന്തിനാ രാമൻ? ശേഖരന്റെ കൈക്ക് വല്ല സ്വാധീനക്കുറവുണ്ട്. ഞാനെടുത്ത് വെക്കാം. ആ, കടുപ്പത്തിലൊരു കാപ്പി എടുക്കൂ. ആ, കല്യാണി ഒരു കാപ്പി. എന്തിനാ ഇങ്ങനെ ആജ്ഞാപിക്കുന്നേ? നിനക്ക് പോയി എടുത്താലെന്താ? അതെ അതെ, നീ പോയി കാപ്പി ഇട്. ഈ AC എന്തിനാ 24 മണിക്കൂറും ഇങ്ങനെ ഓൺ ചെയ്തിട്ടിരിക്കുന്നേ? ആവശ്യത്തിന് ഉപയോഗിച്ചാ പോരെ? ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള കറണ്ടേ കിട്ടുന്നില്ല. ഇവിടെ 6 മണിക്കൂർ നിയമപ്രകാരമുള്ള പവർ കട്ടും, പിന്നെ ഒരു 6 മണിക്കൂർ അവർക്ക് തോന്നിയ പോലെയാ. കാപ്പി. കടുപ്പം തീരെ കുറവാ. ഈ പെണ്ണിന്റെ മോനെ തമ്മന്നിരിക്കുന്നേ, ഇത് ചിരിക്കില്ലേ? ചിരി വല്ലപ്പോഴേ ഉള്ളൂ. തായിയായ ഭാവം ഇതാ. ശേഖര, നീ പോയി കമ്പനിയിലെ എല്ലാ ഫയലുകളും എടുത്തോണ്ട് വാ. കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കണം. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. എന്തായി കാണിക്കുന്നത്? ഏതായി സ്ത്രീ? എന്താ ഇവർക്ക് ഇത്ര അധികാരം? ഞാൻ പറഞ്ഞിട്ടില്ലേ, അമേരിക്കൻ ആന്റി. അവരുടെ പെരുമാറ്റം കണ്ട അമേരിക്കയിലെ രാജ്ഞിയാണെന്ന് തോന്നുമല്ലോ. അമേരിക്കയിലെ രാജ്ഞിയല്ല, പക്ഷെ നമ്മുടെ രാജ്ഞി. മനസ്സിലായില്ലേ? നമ്മുടെ കമ്പനിയുടെ ഓണറാ. ഓണറോ? അതെ. കമ്പനിയും ഈ വീടും മുറ്റത്ത് കിടക്കുന്ന കാറുകളും പിന്നെ ഞാൻ നോക്കി നടത്തുന്ന സർവ്വ സ്വത്തുക്കളുടെ ഉടമ അവരാണ്. അപ്പോ ശേഖരേട്ടന്റെ അല്ലേ? എന്റെയോ? ഞാൻ അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ MD, പവർ ഓഫ് അട്ടോർണിയുടെ ബലത്തിൽ എല്ലാ അധികാരങ്ങളും ഉള്ള മാനേജിംഗ് ഡയറക്ടർ. എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ? പറ്റിച്ചെന്നു? ഞാൻ ഇന്നുവരെ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതല്ല എന്റെ സ്വന്തമാണെന്ന്? ഞാൻ വെറും MD. ആന്റിയെ ഭംഗിയായിട്ട് നോക്കണം. മൂക്കത്താ ചുണ്ടി. ഞാൻ പോയി ഫയലുകളൊക്കെ എടുത്തോണ്ട് വരാം. അല്ലേ പിന്നെ അത് മതി. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. ആ, എന്താ നിന്റെ പേര് പറഞ്ഞത്? പ്രഭാവതി. കൊച്ചമ്മേ, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരാം. കൊച്ചമ്മയോ? കൊള്ളാവല്ലോ. നിന്നെ ഇങ്ങനെ വിളിക്കാനായിട്ട് ഇവിടെ എത്ര സമയമുണ്ട്? എല്ലാവരെയും ഒന്ന് വിളിക്കും, ഞാനിവിടെ ഒന്ന് കാണട്ടെ. ഭാര്യയും ഭർത്താവിനെയും പരിചരിക്കാൻ 16 വേലക്കാര്. കുടുംബത്തിലിരിക്കാൻ കൊള്ളാവുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ ഇതുപോലെ 16 എണ്ണത്തിനെ പരിചരിക്കാൻ അവൾ ഒരുത്തി മതി. വേസ്റ്റ്, ക്രിമിനൽ വേസ്റ്റ്. ഇവരെയൊക്കെ തീറ്റിപ്പൊറ്റി ശമ്പളം കൊടുത്ത് മുടിയുന്നത് ഞാനാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് തന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോകാം. പ്രഭാവതി, ഇനി മുതൽ ഈ വീട്ടിലെ ജോലിയൊക്കെ നീ തന്നെ ചെയ്താൽ മതി. നിനക്ക് ചെയ്യാനുള്ള ജോലി ഇവിടെ ഉള്ളൂ. ആ, ഫയലുകളൊക്കെ ഇനി അന്നേ. എല്ലാ കണക്കുകളും ഇതിലുണ്ടല്ലോ. നീ എന്തായി കാണിക്കുന്നത്? ശീലമില്ലാത്ത പണി ചെയ്യാണോ? ജോലിക്കാരെയൊക്കെ പിരിച്ചുവിട്ടു. ആര്? എങ്കിൽ വൃത്തിയായിട്ട് തുടച്ചോളൂ. അരുമൂലയൊക്കെ ചേർത്ത് വളരെ ശ്രദ്ധിച്ചു വേണം. ആന്റിയെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. വരുന്നേ. തുടച്ചോളൂ. ഈ കണക്കുകൾ മുഴുവൻ തെറ്റാ. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ടാലി ചെയ്യാൻ പറ്റുന്നില്ല. 12 ലക്ഷം രൂപയുടെ കുറവാ കാണുന്നത്. ഈ ക്യാഷ് എവിടെ പോയെന്ന് എനിക്ക് ഉടനെ അറിയണം. കുറച്ച് ഷോർട്ടേജ്, ഒരു 12 ലക്ഷം. അനാവശ്യമായി കാശ് കളയുമ്പോ ഓർക്കണം, എന്റെ അനിയത്തിയുടെ കല്യാണം, അവളുടെ സ്ത്രീധനം
എന്തായിരുന്നു കാശ് ചെലവാക്കാൻ ഒരു ഉത്സാഹം? അതൊക്കെ എന്റെ സ്വന്തം കാശാ. ഇത്രയും കാലം എനിക്ക് കിട്ടിയ എന്റെ ശമ്പളത്തിൽ നിന്ന് സ്വരൂപിച്ചെടുത്തത്. പണം ചെലവായതൊക്കെ നിന്റെ ആർഭാടത്തിന് വേണ്ടിയാ. നീ വാങ്ങിക്കുട്ടിയ സാരികൾക്കും ചെരുപ്പുകൾക്കും ആഭരണങ്ങൾക്കും അറിയോ? അത് ശരി. അപ്പൊ കമ്പനിയെ വെട്ടിച്ച് ഭാര്യ എണീച്ചെടുക്കായിരുന്നില്ലേ? ഇങ്ങോട്ട് പറയില്ലടി, അഴിക്കടി ആഭരണങ്ങളൊക്കെ. എടി അഴിക്കാൻ. ഇനി എവിടെയൊക്കെ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞാനും നോക്കട്ടെ. ആരോ വന്നെന്ന് തോന്നുന്നു. ശ്ശോ, ഈ അമ്മ എപ്പോഴും ഇങ്ങനെയാ. മോൾ അടുത്തുണ്ടായാലും എന്നെ വിളിക്കൂ. നീ എവിടെയായിരുന്നു ഇതുവരെ? ഒന്ന് ഉറക്ക വിളി കേട്ടെന്ന് കരുതി നിന്റെ വായിലെ മുത്തൊന്നും താഴെ വീഴില്ലല്ലോ. എനിക്കൊരു നല്ല കാപ്പി വേണം. ആ, എനിക്ക് ചായ മതി. നല്ല ചൂട് വേണം. ചായയും കാപ്പിയും മാറി മാറി എടുക്കാൻ ഇതെന്താ ഹോട്ടലാ? എന്തു പറ്റി? നീ അമ്മയോടും പെങ്ങളോടും പറഞ്ഞേരെ എന്റെ സ്വഭാവം മാറ്റരുതെന്ന്. എടീ, കാര്യം അവരെന്റെ അമ്മയും പെങ്ങളുവാ. അവരെനിക്ക് ശരിക്കും അറിയാം. നീ ഇങ്ങനെ നിന്നു കൊടുത്താ അവര് രണ്ടുപേരും കൂടി നിന്റെ തലയിൽ കയറി നിരങ്ങും. അതുകൊണ്ട് എന്റെ മോള് നോക്കിയും കണ്ടൊക്കെ നിന്നാ മതി. അമ്മയ്ക്ക് ഷുഗറിന്റെ അസുഖം വരാതെ നോക്കണ്ടേ? പഞ്ചസാര വേണ്ട. ഞാനിപ്പൊ പാറപ്പുറത്തിരുന്നാലും കാശ. അത്ര നല്ല സമയ രാജയോഗമല്ലേ. ഇപ്പൊ തന്നെ വെറുതെ കിട്ടിയ 3 ലക്ഷം രൂപ നിന്റെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ പോവുക. ഇതെന്താ ഒരു കപ്പ്? എനിക്കില്ലേ? ഭർത്താവിന്റെ അമ്മയെ പരിചരിക്കാം, അത് നാട്ടുനടപ്പ്. പെങ്ങളെ കൂടി പരിചരിക്കണമെന്ന് വെച്ചാ തളർവാദം ഒന്നും പിടിച്ചിട്ടില്ലല്ലോ. നല്ല ചക്ക പോലെയല്ലേ ഇരിക്കുന്നത്. തന്നെ അങ്ങെടുത്ത് കുടിച്ചാ മതി. അയ്യേ, എന്താ മധുരായിട്ടില്ലേ? അമ്മയ്ക്ക് ഷുഗറാണെന്നാ ചേട്ടൻ പറഞ്ഞത്. ഷുഗർ നിന്റെ അമ്മയ്ക്കാടി. മോളെ രേണു, നിന്റെ അമ്മയ്ക്ക് എറിഞ്ഞുടയ്ക്കാനായി നിന്റെ അച്ഛൻ വാങ്ങിക്കൊടുത്ത ഒരുപാട് പാത്രങ്ങൾ ഇവിടെ കാണും. വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെ തൂത്ത് വൃത്തിയാക്കിക്കോ. ഇല്ലെങ്കിൽ ഈ പൊട്ടിച്ചിതറിയ ചില്ലൊക്കെ നിന്റെ അമ്മയുടെ കാലിൽ തന്നെ കുത്തി കയറും. അത് പിന്നെ നിനക്കൊരു ജോലിയായി തീരും. ഹലോ, ഞാനാ ശേഖരൻകുട്ടി. എന്ത് വേണം? കമ്പനിയിൽ നിന്ന് കാശ് വെട്ടിച്ച കേസിൽ എന്നെ പോലീസ് ചോദ്യം ചെയ്തു. മറ്റേ 3 ലക്ഷത്തിന്റെ കാര്യം എനിക്ക് പറയേണ്ടി വന്നു. പോലീസ് അവിടെ എത്തുമെന്ന് ഉറപ്പാ. പണം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഉടനെ മാറ്റിക്കൂ, അല്ലെങ്കിൽ തട്ടിപ്പിന് കൂട്ടുനിന്നെന്ന് പറഞ്ഞ് നിങ്ങളെ അകത്താക്കും. ചേരൻകുട്ടി, അബദ്ധമൊന്നും കാണിക്കരുത്. ഞാൻ രൂപ തന്നേക്കാം. ഇനി എന്റെ കയ്യിൽ തന്ന പ്രശ്നമാവും. ഒരു കാര്യം ചെയ്യും, ദാക്ഷായണി കൊടുക്കാൻ ഏൽപ്പിച്ച രൂപയത്. ഇനി അത് അവിടെ കൊടുക്കുന്നതാണ് സേഫ്. എന്താ മുഴിവാലായി. ആ കാശ് തിരിച്ചു കൊടുത്തില്ലെങ്കിലേ ചിലപ്പോ കേസും പുക്കാറും ആവും. ചങ്കു, ചങ്കു, ഇയാളിത് എവിടെ പോയി കിടക്കുന്നത്? ഞാനിവിടെ ഉണ്ട്. ഉടനെ ഞാൻ ദാക്ഷായണിയമ്മയുടെ വീട് വരെ പോണം. ഇയാളിത് എവിടെ പോണത്? ദാക്ഷായണിയമ്മയുടെ വീട്ടിലേക്ക്. അയ്യോ, അതല്ല. ആ പ്രഭാവതി തന്ന 3 ലക്ഷം രൂപ അവിടെ കൊണ്ടുപോയി കൊടുക്കണം. ഇത് വേഗം ആവട്ടെ. അപ്പൊ കാശ് അതെന്റെ ഉണ്ടല്ലോ അല്ലേ? ഇതെല്ലാം എന്റെ ആഭരണങ്ങളല്ലേ, എന്ത് ചെയ്യാൻ പോവാ? എടീ, ഇത് നിനക്ക് സ്ത്രീധനം തന്നൊന്നുമല്ല. നിന്നെ ഈ വീട്ടിൽ കയറ്റിയതിന് എനിക്ക് പാരിതോഷം തന്നതാ. ഇതിൽ പകുതി എനിക്കാ. ഇത് ഇനി ഇവിടെ ഇരിക്കുന്ന അപകടം. We are from Enforcement Department. ആരാ? എന്താ വേണ്ടേ?
ഈ വീടും സെർച്ച് ചെയ്യണം. ഇവിടെയാണെന്നില്ലല്ലോ. മാറിക്ക്. നിങ്ങളുടെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. നാഷണൽ എക്സ്പോർട്സിലെ ശേഖരൻകുട്ടിയുടെ കയ്യിൽ നിന്നും 3 ലക്ഷം രൂപ തട്ടിയെടുത്ത ഒരു കംപ്ലൈന്റ്. അതിനെ കുറിച്ചൊന്നും എനിക്കറിഞ്ഞൂടാ. സെർച്ച്. ആ പെട്ടിക്ക് വരൂ. ഇതിലൊന്നും ഇല്ല. തരാൻ. വിശാലം, നീ പറഞ്ഞ 3 ലക്ഷം രൂപ ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ നീ പോലീസും പട്ടാളൊക്കെ ആർക്കാ കൊടുത്തത്? ദാക്ഷായണി അമ്മയ്ക്ക്. ഓപ്പറേഷൻ സക്സസ്. 3 ലക്ഷം ദാക്ഷായണിയമ്മയുടെ വീട്ടിലെത്തി. വെരി ഗുഡ്, പ്രൊസീഡ്. ഈ പണം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ശേഖരൻകുട്ടി കൊടുത്തിട്ട് വിശാലത്തിന്റെ വീട്ടിൽ നിന്ന് തന്നയച്ചതാ. എന്തിനാ ഈ പണം ഇവിടെ തന്നത്? എന്റെ മോന് കിട്ടേണ്ട സ്ത്രീധന തുകയാ. സ്ത്രീധനം വാങ്ങുന്ന ശിക്ഷാർഹമാണെന്ന് അറിഞ്ഞൂടെ? ഇവരുടെ പേരിൽ സ്ത്രീ പീഡനത്തിന് കേസ് ചാർജ് ചെയ്തേക്ക്.